ഹലോ ഫ്രണ്ട്സ്, അശ്വതി സീഡ്ലിംഗ് ഫാമിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും അറിയാം, ഈ ഡബിൾ പെറ്റൂണിയെക്കുറിച്ച് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ അതിൻ്റെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സെയിൽ വീഡിയോ ആണ്. അപ്പോൾ അതിൻ്റെ കുറേ തൈകളായിട്ടുണ്ട്. ഞങ്ങളുടെ കയ്യിൽ ഒരു 100-100ഓളം തൈ റെഡി ആയിട്ടുണ്ട്. ഇനിയും കട്ടിങ്സ് വെച്ചിട്ടുണ്ട്. അപ്പം അത് സെയിൽ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഇതാണ് ഞങ്ങൾ സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന തൈകൾ. നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ്. നല്ല റൂട്ട്സ് നിറയെ പിടിച്ച് ചിലതിലൊക്കെ മുട്ടും ആയിട്ടുണ്ട്. അപ്പോൾ നല്ല തൈകളെന്ന് പറഞ്ഞാൽ ഒരു തൈ നിങ്ങൾക്ക് കിട്ടിയാൽ തന്നെ അതിനെ വേണമെങ്കിൽ രണ്ടായിട്ട് മുറിച്ച് വേണമെങ്കിലും വയ്ക്കാം. അത്രയും നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ് തരുന്നത്. ഈ തൈ നിങ്ങളെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഒരു ദിവസം ഇത് നിങ്ങളെ ക്ലൈമറ്റുമായിട്ട് ഒന്ന് സൂട്ടാവാൻ വെച്ചേക്കണം. അതിൻ്റെ പ്ലാസ്റ്റിക് കവറെല്ലാം അഴിച്ച് ഞങ്ങൾ നല്ല പാക്കിങ്ങിലാണ് അയക്കുന്നത്. അപ്പോൾ ബോട്ടിലൊക്കെ അയച്ചു തരുമ്പോഴത്തേക്ക് ആ ബോട്ടിലിൽ നിന്നൊക്കെ ഇളക്കി അതിൻ്റെ ടേപ്പൊക്കെ ഇളക്കി മാറ്റി ഒരു ദിവസം നല്ല ഫ്രഷ് എയർ കിട്ടാനായിട്ട് പുറത്ത് വെച്ചേക്കണം. അതിനുശേഷം കവറൊക്കെ ഇളക്കി മാറ്റിയിട്ട് ഗ്ലാസ് ഒക്കെ മാറ്റിയിട്ട് ചാണകപ്പൊടി ഒരുപാട് ഇടല്, മണ്ണും ഇത്തിരി വെർമി കമ്പോസ്റ്റും മണലും ഇത്തിരി ശകലം സാഫും മാത്രം ഉപയോഗിച്ചാൽ മതി. ചാണകപ്പൊടി ഒരുപാടാകുമ്പോഴത്തേക്കും ഇപ്പം പെറ്റൂണിയ ഒരുപാട് നശിച്ചു പോകുന്നുണ്ട്. അപ്പം ചാണകപ്പൊടി ഒരുപാട് വേണ്ട. അതുകൊണ്ടാണ് പ്രത്യേകം പറഞ്ഞു തരുന്നത്. ഞാൻ ഒരുപാട് പരീക്ഷിച്ച് ചാണകപ്പൊടി ഒരുപാടാകുമ്പോഴത്തേക്കും ചെടികൾ പെട്ടെന്ന് നശിച്ചു പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ചാണകപ്പൊടി ഒരുപാട് വേണ്ട എന്ന് പറയുന്നത്. മാക്സിമം ഒഴിവാക്കിയാലും നല്ലതാണ്. അതിന് പകരം വെർമി കമ്പോസ്റ്റ് ഉപയോഗിക്കാം. പിന്നെ മൂട് പിടിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഒരു 2-3 തരി DAP ഇട്ട് കൊടുത്താൽ ചെടി നല്ല പുഷ്ടിയോടെ വളരുന്നതാണ്. നല്ല ഗ്രോത്തും കിട്ടും, പെട്ടെന്ന് ഫ്ലവറും ആവും, നല്ല ബ്രാഞ്ചസും പെട്ടെന്ന് വരും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അതുപോലെ പെറ്റൂണിയയ്ക്ക് കുറച്ച് പോലും ചകിരിച്ചോറ് യൂസ് ചെയ്യേണ്ട കാര്യമില്ല. ഞാൻ അതും പരീക്ഷിച്ച് നോക്കിയതാണ്. ചകിരിച്ചോറ് ചേർക്കുമ്പോഴും പെറ്റൂണിയ ചെടി പെട്ടെന്ന് അഴുകി പോകുന്നുണ്ട്. അപ്പം ചകിരിച്ചോറും ഒട്ടും വേണ്ട. അതിന് പകരം മണ്ണ്, മണൽ, വെർമി കമ്പോസ്റ്റ്, ഇത്തിരി സാഫ്, ഇത്രയും മാത്രം മതി. ഇടയ്ക്ക് സൂഡോമോണാസ് കലക്കി ഒഴിച്ചു കൊടുക്കാം, സാഫ് കലക്കി ഒഴിച്ചു കൊടുക്കാം. കോപ്രോക്സി ക്ലോറൈഡ് ഉണ്ടെങ്കിൽ കോപ്രോക്സി ക്ലോറൈഡ് 1 ഗ്രാം കലക്കി ഒഴിച്ചു കൊടുക്കാം. ഇതൊക്കെ പരീക്ഷിച്ച് നോക്കി എനിക്ക് വിജയിച്ചതാണ്. ഇപ്പം ഞാൻ ഒരുപാട് ചെടികൾ ആക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ ബ്രാഞ്ചസ് വരുന്നതിന് വേണ്ടിയിട്ട് ചെടികൾ മൂട് പിടിച്ചതിന് ശേഷം അതിൻ്റെ ഒരു നടുഭാഗം വെച്ച് കട്ട് ചെയ്ത് അത് വേറൊരു ചെടിയാക്കുകയും ചെയ്യാം. അതുപോലെ അതിൽ നിന്നും പുതിയ ബ്രാഞ്ചസ് വരും. അങ്ങനെ നുള്ളി വിട്ട് കഴിഞ്ഞാൽ ബ്രാഞ്ചസ് ഒത്തിരി ആവും. നല്ല ഹെൽത്തി ആയിട്ട് വളരുകയും ചെയ്യും. പക്ഷേ ടൈം എടുക്കും ഫ്ലവർ ആവാൻ. അപ്പോൾ സെയിൽ ചെയ്യുന്ന ചെടിയുടെ വില നല്ല ഹെൽത്തി പ്ലാന്റും നല്ല നീളമുള്ള പ്ലാന്റും ആയതിനാൽ 160 രൂപയാണ് ഒരു ചെടിക്ക് ഉദ്ദേശിക്കുന്നത്. പിന്നെ CC പ്രത്യേകം തരേണ്ടതാണ്. ഡബിൾ പെറ്റൂണിയയുടെ തൈകൾ ആവശ്യമുള്ളവർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണുന്ന വാട്സപ്പ് നമ്പറുമായിട്ട് ബന്ധപ്പെടുക. ഞങ്ങളുടെ കയ്യിൽ റെഡ് ടൈഡൽ വേവ് സ്പ്രെഡിംഗ് പെറ്റൂണിയയുടെ തൈകളും ബ്ലാക്ക്ബെറി പെറ്റൂണിയയുടെ തൈകളെയും റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത ഒരു സെയിൽ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഇത് ഞങ്ങളുടെ വീട്ടിൽ വരുന്ന റെഡ് ടൈഡൽ വേവ് സ്പ്രെഡിംഗ് പെറ്റൂണിയയാണ്. ഇതിൻ്റെ തൈകളാണ് റെഡിയായിക്കൊണ്ടിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ചെടികളാണ്. ഒരു 100 തൈയോളം റെഡിയാവുന്നുണ്ട്. അടുത്ത ആഴ്ച സെയിൽ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. നന്ദി, നമസ്കാരം.